എറണാകുളം പൂതൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് 2020 അംഗം പൂജ ജോമോൻ പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി. മെമ്പർ സ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചിട്ടുണ്ട്. രാജിക്കാര്യം പറഞ്ഞപ്പോൾ സാബു എം ജേക്കബ് പരോക്ഷമായി ഭീഷണിപ്പെടുത്തിയെന്നും പൂജ ജോമോൻ ആരോപിച്ചു. ഞാൻ 2020 എന്ന സ്വതന്ത്ര ഒരു പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് പ്രസിഡൻ്റായത്. എന്നാൽ എൻ്റെ ആദർശങ്ങളും അതേപോലെ തന്നെ എൻ്റെ ചിന്താഗതികൾക്ക് അപ്പുറമായിട്ട് വിരുദ്ധമായിട്ട് അവർ NDAയിൽ ചേർന്നു. അപ്പോൾ അവരുടെ ആദർശങ്ങളും തത്വങ്ങളും ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മാത്രമല്ല എനിക്ക് ഒരു നിലപാടുണ്ട്, അതായത് മതേതര രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഞാൻ 2020 നിന്നാൽ അത് എന്നെ ജയിപ്പിച്ച എൻ്റെ ജനങ്ങളോട് ഉള്ള ഒരു വഞ്ചനയായി തീരും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസിഡന്റ് സ്ഥാനം, മെമ്പർ സ്ഥാനം, അതുപോലെ തന്നെ 2020 എന്നുള്ള സ്ഥാനവും രാജിവെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ വന്നത്. എറണാകുളം പൂതൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും പഞ്ചായത്ത് അംഗ സ്ഥാനവും രാജിവെച്ചിരിക്കുകയാണ് പൂജ ജോമോൻ. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, 2020 NDAയിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ മുതൽ പലർക്കും പരാതി ഉണ്ടായിരുന്നു. അതിലൊരാളാണല്ലോ പൂജ ജോമോൻ. ഇപ്പോൾ അത് തന്നെയാണല്ലോ രാജിവെക്കാനുള്ള കാരണവും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതോടെ പൂതൃക്ക പഞ്ചായത്തിന്റെ ഭരണം 2020 നഷ്ടമാവുകയില്ലേ? മഞ്ജുഷ, തെരഞ്ഞെടുപ്പ് തൊട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ രീതിയിലൊരു തിരിച്ചടി 2020 ഉണ്ടായിരിക്കുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. NDAയിൽ ചേരാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും അന്നൊന്നും ഈ രീതിയിലേക്കുള്ളൊരു ഈ പൂജ ജോമോൻ്റെ ഭാഗത്തുനിന്നൊരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നൊരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ അതിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് ഇപ്പോൾ പൂജ ജോമോൻ തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ തനിക്ക് ഈ നിലപാടുകളോട് യോജിച്ചു പോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് താൻ രാജി സമർപ്പിക്കുന്നത്. ഈ രാജ്യസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം തന്നെ 2020 മെമ്പർഷിപ്പ്, അതോടൊപ്പം ഇത് മെമ്പർ സ്ഥാനവും തന്നെ രാജിവെച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഇതിൽ നിന്ന് അവർ വിടുതൽ വാങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇതിൽ കടുത്ത രീതിയിലുള്ള ഒരു എതിർപ്പ് വരുന്നത് എന്തുകൊണ്ട് ഈ ഒരു സമയം തിരഞ്ഞെടുത്തു എന്ന രീതിയിലുള്ളൊരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം രാജിയാണെങ്കിൽ നേരത്തെ ആകാമായിരുന്ന രീതിയിലുള്ളൊരു ചോദ്യങ്ങൾ 2020 ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിലവിലുള്ളൊരു തിരിച്ചടി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തൊട്ട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് 2020 അവരുടെ ഒരു ഗ്ലാമർ ഇടം എന്നെല്ലാം പറയുന്ന മേഖലകളിൽ തന്നെയാണ് ഈ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 9 നിയോജക മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥിയുണ്ട്. BJPയേക്കാൾ കൂടുതൽ ഇടങ്ങളിൽ മത്സരിക്കുന്നത് 2020 എറണാകുളം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഈ രീതിയിലുള്ളൊരു തിരിച്ചടി വന്നിരിക്കുന്നത്. ഇപ്പോൾ പൂതൃക്കയിൽ ഭരണം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് 2020 പോകുന്നു എന്നതാണ്. നിലവിൽ അവിടെയുള്ള ഈ 16 അംഗ സമിതിയിൽ 7 2020 അംഗങ്ങളും അതോടൊപ്പം തന്നെ 7 UDF അംഗങ്ങളും 2 ഇടത് അംഗങ്ങളുമാണുള്ളത്. നിലവിൽ നറുക്കെടുപ്പിലൂടെയാണ് അവർ ഭരണസാരഥ്യത്തിലേക്കെല്ലാം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യുന്നത്. ഇതിൽ 2020 അതിൽ നിന്ന് ഇപ്പോൾ ഒരു സീറ്റ് നഷ്ടമാകുന്നു എന്നതാണ്. അതിൽ സ്വാഭാവികമായും UDFയിലേക്ക് ഭരണം എത്തുന്ന ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നു എന്നതാണ്. 2020 അവരുടെ ഒരു തട്ടകത്തിൽ തന്നെ ഏൽക്കുന്ന ഒരു തിരിച്ചടി എന്ന രീതിയിലേക്ക് പോകുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ളൊരു നിറമുള്ള ഒരു വിജയമായിരുന്നില്ല ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതൊന്നുകൂടി കുറയുന്നു എന്നതാണ്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. NDAയിലേക്ക് പോകുവാനുള്ള തീരുമാനം ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണം 2020 നഷ്ടമാകാൻ ഇടയാക്കിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ പൂതൃക്ക പഞ്ചായത്ത് ഭരണം നിലവിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു 2020 കിട്ടിയിരുന്നത്. അതിപ്പോൾ UDFയിലേക്ക് പോവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.